NDA വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറയുന്ന ഈ സർവേ ഫലങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാന്നുള്ളതാണല്ലോ സർവേ റിപ്പോർട്ടുകളുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് അങ്ങനെ തോന്നലില്ലാത്ത ഒരാളാണ് ഞാനും. ഇപ്പോൾ ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോൾ 2020-നേക്കാൾ എല്ലാ കാലവും വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടാണ് വന്നത് എന്ന് പറയുന്ന വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ട് ഇന്ന് സംഭവിക്കാം, അത് സർക്കാരിന് അനുകൂലമായിട്ട് മാത്രം വരാം എന്നതിനെ വിശ്വസിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ലേഖനം ഞാനിപ്പോൾ വായിച്ചു. അതിനകത്ത് അദ്ദേഹം ആ ലേഖകൻ പറയുന്നത് ഓരോ കാലവും വോട്ടിംഗ് ശതമാനം കൂടുക തന്നെയാണ് ചെയ്തത് എന്നാണ്. ഇത്തവണയാണെങ്കിൽ അതിന് പിന്നെ പല കാരണങ്ങളുണ്ട്. ഒന്ന് SIR വന്നത്, അതുകൊണ്ട് ആളുകൾ ഭയപ്പെട്ട് കൂടുതലായിട്ട് വോട്ട് ചെയ്തത്. പിന്നെ സ്ത്രീ വോട്ടർമാരുടെ വർധന കഴിഞ്ഞ വർഷത്തേക്കാൾ ഉണ്ടായത്. കാരണം അവർക്കുള്ള പ്രഖ്യാപനങ്ങൾ ബില്ലിപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 10,000 രൂപ അക്കൗണ്ടിൽ വന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ കൂടുതലായിട്ട് വന്നു. ഛാത്ത് പൂജ ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമാണ് അത്ര. അപ്പോൾ ഉത്സവത്തിന് അല്ലെങ്കിൽ തന്നെയും അവിടേക്ക് പുറത്തുള്ള ആളുകൾ വരും. അപ്പോൾ അവരുടെ വരവ് കൂടുതലായിട്ടുണ്ടായത്. പിന്നെ SIR പേടിച്ചിട്ട് പല മൈനോറിറ്റീസും ഒക്കെ തിരിച്ചു വന്നിട്ട് അവർ വോട്ട് ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ജൻസുരാജ് പാർട്ടിയുടെ വരവ്. ഇപ്പം അദ്ദേഹം അതിനകത്ത് പോയിൻ്റായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു നിലനിൽക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിനിടയിലേക്ക് ഒരു പുതിയ പ്ലെയർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് ശതമാനം വർദ്ധിക്കും എന്നാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത്. ഡൽഹിയിൽ ആദ്യം ആം ആദ്മി പാർട്ടി വന്നപ്പോൾ വോട്ട് ശതമാനം വർദ്ധിച്ചു. തമിഴ്നാട്ടിലെ വിജയകാന്തിൻ്റെ പാർട്ടി വലിയൊരു തരംഗമായിട്ട് വന്നപ്പോൾ ആ കൊല്ലം വോട്ട് ശതമാനം വർദ്ധിച്ചു. അപ്പോൾ ഹരിയാനയിൽ ദുഷ്യന്ത് ചൗട്ടാലയുടെ പുതിയ പാർട്ടി വന്നപ്പോൾ വോട്ട് ശതമാനം വർദ്ധിച്ചു. അപ്പോൾ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പല സ്വാഭാവിക കാര്യങ്ങൾ കൊണ്ടാണ് വോട്ട് ശതമാനം വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യത. വോട്ട് ശതമാനം വർദ്ധിച്ചതുകൊണ്ട് മാത്രം എന്തെങ്കിലും തരത്തിലുള്ള വിധി ഉണ്ടാകുമെന്ന് പ്രവചിക്കുക വയ്യ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഇപ്പോൾ ബിനിൽ പറഞ്ഞതുപോലെ അത് 20 വർഷം ഭരിച്ച നിതീഷിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ശതമാനം ഉയർന്നു എന്ന് കണക്കാക്കുന്ന അത്ര ശുഭകരമായിരിക്കുകയില്ല. പക്ഷേ 10,000 രൂപ എന്ന് വെച്ചാൽ നിസ്സാരമല്ല. 10,000 രൂപ എന്ന് കേരളത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ പൈസയാണ്. പക്ഷേ അത് ബീഹാറിലെ സ്ത്രീകൾക്ക് 10,000 രൂപ ഒരുപക്ഷെ ഇവിടെ നോക്കുന്ന 1 ലക്ഷം രൂപയുടെ വിലയുണ്ടാവും. ഒട്ടും അതിശോക്തിയുള്ള കാര്യമല്ല, 1 ലക്ഷം രൂപയുടെ വിലയുണ്ട്. അപ്പോൾ ആ പൈസ മുന്നിലേക്ക് വന്നിരിക്കുന്ന സ്ത്രീകൾ എന്ത് വോട്ട് ചെയ്യാനാണ് പോയത്? പക്ഷേ അതേസമയം തേജസ്വി യാദവിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സർവേ പറയുന്നത് തേജസ്വി യാദവിനാണ് കൂടുതൽ മുൻതൂക്കമുള്ളത് എന്ന്. പിന്നെ 20 വർഷം നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടാകില്ല എന്ന സാഹചര്യം അവിടെയുള്ളത്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷേ നമ്മൾ നേരത്തെ ഇതിൽ ചൂണ്ടിക്കാണിച്ച പോലെ ഒവൈസിയുടെ പാർട്ടി സീമാഞ്ചൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്യില്ലേ? ജൻസുരാജ് പാർട്ടി വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് തേജസ്വി യാദവിനും കൂട്ടർക്കും പണിയുണ്ടാക്കി കൊടുക്കില്ലേ? ഇങ്ങനെ 100,000 കാര്യങ്ങൾ വേറെയുണ്ട്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടും പറയേണ്ടത്, സമീപകാലത്ത് രാജ്യത്തുണ്ടാകുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും സുപ്രധാനമാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ഈ BJP എന്ന വലിയ പ്ലെയർ അവരുടെ അധികാരം കൂടുതലായിട്ട് ഉറപ്പിക്കുകയും അതിനെതിരായിട്ടുള്ള പോരാട്ടം രാജ്യത്തെമ്പാടും നടക്കുന്നതുകൊണ്ട് എല്ലാ പോരാട്ടങ്ങളും സുപ്രധാനമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് ബീഹാർ. ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. നമ്മൾ നാളെ രാവിലെ 6 മണി മുതലാണ് നമ്മളുടെ ഈ റിസൾട്ട് തത്സമയ സംപ്രേഷണം നടക്കുന്നത്. പൂർണ്ണമായിട്ട് സൂക്ഷ്മ വിവരങ്ങളെല്ലാം തന്നെ ഉണ്ട്. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പറഞ്ഞ അല്ലാതെ കൂടെയുള്ള സൂക്ഷ്മ വിവരങ്ങൾ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊപ്പം തന്നെ ഫുൾ ടൈം ഇരിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാൻ നല്ലത്. അതെ.